നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സമരം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്ഷോഭങ്ങളുടെ വിഷ്വൽസ് നമ്മൾ ദിനംപ്രതി കാണുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടക്കുന്നുമുണ്ട്. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ടോട്ടൽ റിഫോം ഒക്കെ വേണം എന്നുകൂടി ഇതിന് പാരലലി ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വിശകലനം ചെയ്യുന്ന സമയത്ത് നമ്മൾ മിസ് ചെയ്യുന്ന കുറച്ച് സുപ്രധാനമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. അതിൽ തന്നെ ആദ്യം നമ്മൾ ഇന്ന് കാണുന്ന ഈ വിദ്യാർത്ഥികളുടെ ദേഷ്യം ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ന്യൂസ് സൈക്കിൾ മാത്രമല്ല, അതിന് പിൻപിൽ നമ്മൾ കരുതുന്നതിനേക്കാൾ വലുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിലും വലിയ പ്രക്ഷോഭങ്ങൾ ഭാവിയിൽ വന്നേക്കാം. അതിൻ്റെ ഒരു തുടക്കം മാത്രമായിട്ട് ഇതിനെ കാണാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ പ്രശ്നങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം ഇന്ത്യയിലെ സാമൂഹിക ഘടനയിൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ റിയാലിറ്റി ഉണ്ടാവുമല്ലോ, അതിന്ന് വേണം കാര്യങ്ങൾ നോക്കിക്കാണാൻ. ഏതൊരു സാധാരണ ഇന്ത്യൻ കുടുംബത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഒരു ലൈഫ് പ്ലാനിങ് എന്തായിരിക്കുമെന്ന് ആലോചിക്കാം. നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല കോളേജിൽ പ്രവേശനം നേടണം, ഒടുവിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു നല്ല ജോലിയായിട്ട് മാറും. അങ്ങനെ സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരുപാട് തലമുറകളായിട്ടൊരു പക്ഷേ നമ്മുടെ നാട് ഈ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ ഇങ്ങനെ വിശ്വസിച്ച് പോരുന്നുണ്ട്. ഈ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് കുടുംബങ്ങൾ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് അവരെ കയ്യിലുള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ട് സ്വർണ്ണവും മറ്റുമൊക്കെ പണയം വെച്ച് വർഷങ്ങളോളം ഒരു പക്ഷേ അവരുടെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ഫ്യൂച്ചറിന് വേണ്ടി ഒരുങ്ങുന്നത്. കാരണം നല്ലൊരു ഫ്യൂച്ചർ വരാനുണ്ടല്ലോ. പക്ഷേ ഈ ഘടനയിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 15 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം 10% മാത്രമാണ്. പക്ഷേ ഇതൊരു സൂപ്പർഫിഷ്യൽ കണക്കാണ് എന്നുള്ളതാണ് പ്രൈവറ്റ് ഏജൻസികൾ ഈ മേഖലയിലുള്ള റിസർച്ചും മറ്റുമൊക്കെ നടത്തിയെന്ന് കണ്ടിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അസിം പ്രേംജി യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ എന്നുള്ള റിപ്പോർട്ടിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ വിശകലനം കുറച്ചും കൂടെ നമുക്കിതിൽ ക്ലാരിറ്റി നൽകും. 25 വയസ്സിന് താഴെയുള്ള ബിരുദധാരികളായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ തൊഴിലില്ലായ്മ നിരക്ക് 40%-ത്തിനടുത്താണ്. 25-നും 29 വയസ്സിനിടയിലുള്ള ആൾക്കാരുടെ ഇടയിൽ എഗെയിൻ ഇതേ ഗ്രാജുവേറ്റുകളുടെ ഇടയിൽ 20% ആളുകൾക്കും തൊഴിലില്ല. അപ്പോൾ ഇതിലൊരു പ്രധാന വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കൂടുതൽ പഠിച്ച ആൾക്കാർക്കാണ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആൾക്കാർക്കാണ് തൊഴിലില്ലാത്തത്. കാരണം നമ്മൾ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ സ്റ്റാറ്റസ് ഉള്ള ജോലികൾ നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അത്തരത്തിലുള്ള ഒരു ലേബർ ഇക്കോണമി നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ പഠിക്കുന്നതൊക്കെ എന്താണ്, കൂടുതൽ ഡിഗ്രികൾ നേടുന്നതിനനുസരിച്ച് നമ്മൾ തൊഴിൽ രഹിതനാവാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു സോഷ്യൽ കോൺട്രാക്റ്റ്. എന്താണോ ആ സോഷ്യൽ കോൺട്രാക്റ്റ് പറയുന്നത് അതെല്ലാം കൃത്യമായി പാലിച്ച ആൾക്കാരാണ്. അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവർ ജയിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഈ മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റികൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ തൊഴിൽ വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മന്ദഗതിയിൽ ആ ഒരു സ്ലോനെസ് ഇപ്പം മാർക്കറ്റിലുണ്ട്. നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാശ ബാക്കിയുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ കടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷാ സംവിധാനങ്ങൾ അത് സുതാര്യമാണ്, അത് കാര്യക്ഷമമാണ്. കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ കുട്ടിക്ക് പോലും ഒരു സർക്കാർ ജോലിയോ അതല്ലെങ്കിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സീറ്റോ ഒക്കെ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള ഒരു ഫെയർനെസ്സിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിനാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് UG മെഡിക്കൽ പരീക്ഷയിൽ ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഈ നാഷണൽ എക്സാമുകളൊക്കെ റദ്ദാക്കേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരു പ്രതീക്ഷാ നഷ്ടത്തിൻ്റെയും കൂടെ ഭാഗമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് ഈ റേഷനിങ് മാത്രമല്ല, അതായത് കുറച്ച് സീറ്റ്സേ ഉള്ളൂ, 1-1.5 ലക്ഷം സീറ്റ്സേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള റേഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് മാത്രമല്ല, പകരം ഇതൊരു ഫെയർനെസ് മെഷീനാണ്, തുല്യനീതി ഉറപ്പാക്കുന്ന സംവിധാനമാണ്. ശരിക്കും അതുകൊണ്ടാണ് ഇത്രയധികം ഇനീക്വാലിറ്റി ഉള്ള ഒരു സൊസൈറ്റിയിൽ പോലും ഈ ഫെയർനെസ്സിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ കോച്ചിങ് ഇൻഡസ്ട്രി പോലെ എല്ലാം സർവൈവ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ കഷ്ടപ്പെട്ട് പഠിക്കും, നല്ല കോച്ചിങ് നേട് എന്ന് കഴിഞ്ഞാൽ നിനക്ക് ഒരു ഫെയർനെസ്, കാരണം ഇതിൻ്റെ എക്സിറ്റിൽ കിടക്കുന്ന ഭാഗത്ത് ഫെയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മേലെയുള്ളതിന് മുൻപുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ന്യായീകരിക്കപ്പെടും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയാണ് ഈ ചോദ്യപേപ്പറുകൾ ചോരുന്നത്, ക്രമക്കേടുകളൊക്കെ പതിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തകരുന്നത് ആ എക്സാമുകളുടെ സുതാര്യത മാത്രമല്ല, ഒരു വ്യക്തി അതിന് വേണ്ടി ഇടുന്ന എഫേർട്ട്, അതിൻ്റെ റിസൾട്ടും തമ്മിലുള്ള ആ ബന്ധമുണ്ടല്ലോ, അതവിടെ കട്ടായി പോവുകയാണ്. എൻറ്റയർ ലൈഫിൻ്റെ സക്സസ്സിനെ ഒരു എക്സാം കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ഫീൽ എന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലേക്കൊരു പ്രധാന ഘടകം കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്.
ഇന്ത്യയുടെ ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ്. അതായത് ശരിക്കും നമ്മൾ അതിനെ ഇങ്ങനെയും കൂടെ വിലയിരുത്തണം. അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയോ തൊഴിലിൻ്റെയൊക്കെ നയങ്ങൾ തീരുമാനിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിലും ഭരണാധികാരികളാണെങ്കിലും മിക്കപ്പോഴും 60കളിലോ 70കളിലോ ഉള്ള ആൾക്കാരാണ്. ഇനി 80കളിൽ എത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഭാവി രൂപകൽപ്പന ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഭാവിയിൽ ജീവിക്കേണ്ടി വരുന്നില്ല. ഈ കുട്ടികളുടെ ഭാവി ഡിസൈൻ ചെയ്യുന്ന ഇവരാണ്, പക്ഷേ അവിടെ അവർ ജീവിക്കുന്നില്ല. അപ്പോൾ ഈ വൈരുദ്ധ്യമാണ് ഈ പ്രതിസന്ധികളുടെയൊക്കെ ആഴം കൂട്ടുന്നത്. കാരണം വെച്ചാൽ ജോലിയുള്ള ഒരാൾക്ക് ജോലി ഇല്ലാത്ത ഒരാളുടെ വേദന ഒരിക്കലും മനസ്സിലാവില്ല. അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരാളുടെ വേദന, അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് ഇട്ടതിന് ശേഷവും ഐ ഫീൽ യു എന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും ആ കുട്ടി യഥാർത്ഥത്തിൽ അപ്പം കടന്നു പോകുന്ന ഒരു മാനസിക പ്രതിസന്ധിയോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രമാത്രം ആ പ്രായത്തിൽ പെടാത്തയോ അല്ലെങ്കിൽ അതിനെ ബാധിക്കാത്ത ആൾക്കാർക്ക് മനസ്സിലാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനിയാണ് നമ്മൾ ഈ പ്രതിസന്ധിയുടെ ഒരു 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 ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ജനസംഖ്യാപരമായിട്ടുള്ള കുറച്ച് ഡാറ്റകളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു യൂത്തിൻ്റെ പ്രൊട്ടസ്റ്റോ മറ്റു കാര്യങ്ങളോ ഇനി കുറച്ച് കാലം കൊണ്ട് അത് കൺട്രോൾഡ് ആകാൻ പോകുന്നില്ല. ഇത് തുടക്കം മാത്രമാണ്. ഇതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇനീക്വാലിറ്റി ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള റീസൺസൊക്കെ ആണെങ്കിലും അത് കൂടിക്കൊണ്ടേയിരിക്കുക. വേൾഡ് ബാങ്കിൻ്റെ കണക്കുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത 2 decades 20 ഇയേഴ്സിനകത്ത് ഓരോ വർഷവും ഇന്ത്യയിൽ 1.2 കോടിയിലധികം ചെറുപ്പക്കാർ ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ലേബർ ഫോഴ്സിലേക്ക് ഇത്രയധികം ആൾക്കാർ വരിക എന്നുള്ളതിൻ്റെ സ്കെയിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ മൊത്തം വർക്ക് ഫോഴ്സ് ഉണ്ടല്ലോ, നിലവിൽ ഏകദേശം ഒരു 1 കോടി ആൾക്കാർ, അത് വർക്കിംഗ് ഏജിലുള്ള പോപ്പുലേഷൻ്റെ കാര്യം പറയാം. അത്രയും ആൾക്കാർക്ക് ജോബുകൾ കൊടുക്കേണ്ടി വരിക, അത്രയും ആൾക്കാർ ജോബ് സെക്ടറിലേക്ക് ഒരു വർഷം വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന എന്ത് എക്കണോമിക് എസ്കലേറ്ററാണ്, അല്ലെങ്കിൽ എന്ത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളത് നോക്കുക. കഴിഞ്ഞൊരു 20-25 കൊല്ലമായിട്ട് ഇന്ത്യയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ഒരു ഉയർന്ന ലിവിങ് ക്വാളിറ്റിയിലേക്കോ ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ള ഒരു പ്രധാന മേഖല സർവീസ് സെക്ടറാണ്. അതിനകത്ത് തന്നെയും IT മേഖലയാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദമോ അല്ലെങ്കിൽ സമാന യോഗ്യതകളൊക്കെ ഉള്ള ആൾക്കാർക്ക് ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ പൂനെയിലോ ഇന്ത്യയിലെ ഒരുപാട് IT ഹബ്ബുകളുണ്ടല്ലോ, ഇവിടെയൊക്കെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് കോർപ്പറേറ്റ് ഏണി കയറിയിട്ട് നല്ല ലൈഫൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇതേ IT മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ജോബ് നൽകുന്ന TCS കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അവരുടെ ജീവനക്കാരുടെ എണ്ണത്തിൽ ഹെഡ് കൗണ്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ IT ഇൻഡെക്സ് ഈ വർഷത്തിൽ, ഞാനത് പലപ്പോഴും ഉണർത്തിയിട്ടുണ്ട്, വീണ്ടും പറയുകയാണ്, ഏകദേശം 30% ഇടിഞ്ഞാണ് നിൽക്കുന്നത്. ഈ വർഷം തുടങ്ങുന്ന സമയത്ത് 1500 ഉണ്ടായിരുന്ന ഇൻഫോസിസിൻ്റെ ഷെയർ വാല്യൂ ഇപ്പോൾ ഏകദേശം 1000-അടുത്താണ്. ജനറലി എല്ലാ IT കമ്പനികളുടെയും ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ IT ഇൻഡെക്സ് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവരുടെ ഹയറിംഗ് റെക്കോർഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ ബിരുദധാരികളെ ഹയർ ചെയ്യുന്നത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഇതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, IT സോഫ്റ്റ്വെയർ മേഖലയിലുള്ള ഓട്ടോമേഷൻ മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് എല്ലാ കമ്പനികളും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണോ നമ്മൾ ഈ എൻട്രി ലെവൽ ജോബുകളുണ്ടല്ലോ, കാരണം എൻട്രി ലെവൽ ജോബുകളിൽ ആൾക്കാർ അത്ര ക്വാളിറ്റേറ്റീവ് വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതേ ജോലികളെയാണ് അതേ സർവീസ് സെക്ടറിലുള്ള ബേസിക് കോഡിങ്ങോ ടെസ്റ്റിംഗ് ഡാറ്റ എൻട്രി കസ്റ്റമർ സപ്പോർട്ട് പോലെയുള്ള ഫ്രഷ് ഗ്രാജുവേറ്റുകൾ ചെയ്യുന്ന അതേ ജോലികളെയാണ് ഇന്ന് AI മേഖല ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ മാത്രം കാര്യമല്ല, പക്ഷേ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും വലിയ യൂത്ത് ബൾജ് ഉള്ളത്. ഏറ്റവും കൂടുതൽ യൂത്ത് ഉള്ളത് നമ്മുടെ നാട്ടിലായതുകൊണ്ട് തന്നെ ഇതിനെക്കൊണ്ട് അഫക്റ്റഡ് ആവുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യ തന്നെയായിരിക്കുമെന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ട്. അപ്പോൾ AI സ്വാധീനം ചെലുത്തുന്ന മേഖലകളിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് 22 മുതൽ 25 വയസ്സിനിടയിലുള്ള ആൾക്കാർ ചെയ്യുന്ന ജോലികളായിരിക്കും എന്നുള്ള ഡാറ്റ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് ചിന്തിച്ച് നോക്കും. ഇപ്പോൾ ഈ തെരുവിൽ കാണുന്ന ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ഒരു എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഇനിയുള്ള നിലവിൽ AIയുടെ ഇമ്പാക്റ്റ് ഒക്കെ ഇപ്പോഴും ചർച്ച മാത്രമേ ഉള്ളൂ. പുലി വരുന്നതെന്നേ പറയുന്നുള്ളൂ. പുലി എവിടെയൊക്കെയാണ് കടിച്ചതെന്നുള്ളതോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചോ ഡാറ്റ നമ്മൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. പക്ഷേ ആ മേഖലയിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇതൊക്കെ ഫോർ പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അവരതിനെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും. അത് നമ്മുടെ ലേബർ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളുണ്ടാവും.
അപ്പോൾ ഇനി ഇതിനുള്ള പരിഹാരം എന്താണ്? എല്ലാവർക്കും പോയിട്ട് ഗവൺമെൻറ് ജോലി കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ പരിഹരിക്കാൻ കഴിയോ എന്നുള്ള നമ്പേഴ്സ് ഉണ്ട്. അവിടെ നമുക്ക് ഗവൺമെൻറ് ജോബിൻ്റെ മേലെയുള്ള പ്രഷറിനെ കുറിച്ച് നോക്കാം. ഈ റെയിൽവേയിലൊക്കെ ജോബ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ പിന്നാലെയുള്ള ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ വായിച്ചിട്ടുണ്ടോ? ഏകദേശം 1,00,000 ജോലികൾക്ക് 1 കോടി 2 കോടി ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു ജോലിക്ക് ഏകദേശം ഒരു 200-300 ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ എല്ലാ ഇന്ത്യയിലെ എക്സാം ബോർഡുകൾ, സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല, PSC കേരളത്തിലേക്കും മറ്റും എല്ലാ അതാത് സ്റ്റേറ്റുകളിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഒഴിവുണ്ടായാൽ പോലും അതിൻ്റെ 100 ഓഫ് ടൈംസ് ആൾക്കാർ ഈ ജോലികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊരിക്കലും ബാലൻസ് ആകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ തവണയും ഈ പരീക്ഷകൾ റദ്ദാക്കപ്പെടുമ്പോൾ ഓക്കെ, എന്നാൽ ഞാൻ പരീക്ഷ എഴുതുന്നില്ല എന്ന് കരുതിയിട്ട് കുറേ ആൾക്കാർ മാറി നിൽക്കുകയല്ല. അല്ല, ഇനി നിയമനങ്ങൾ വൈകുന്നു. PSCയുടെ ഒക്കെ ലിസ്റ്റിൻ്റെ, റാങ്ക് ലിസ്റ്റിൻ്റെ ഒക്കെ കാര്യം അറിയാമല്ലോ. അപ്പോൾ നിയമനം വൈകി കഴിഞ്ഞാൽ കുറേ ആൾക്കാരത് വിട്ടുപോകും. അല്ല, അപേക്ഷകരുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഈ ആൾക്കാരിങ്ങനെ തിക്കിക്കൂട്ടിയിട്ട് ഒരേ മേഖലയ്ക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യേണ്ടുന്ന ഒരു ലേബർ സാഹചര്യം നമ്മുടെ നാട്ടിനകത്താണ്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും പഴയ ലിസ്റ്റിലുള്ളവരും പുതിയ ലിസ്റ്റിലുള്ളവരും പഴയ പരീക്ഷ റദ്ദാക്കപ്പെട്ടവരും പുതിയത് എല്ലാവരും കൂടെ ആയിട്ട് കോമ്പറ്റീഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രഷർ പോലും കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ ഇത്തവണ എക്സാം ഡിസ്റപ്റ്റഡായി, ഓക്കെ, ഇനി വീണ്ടും ടെസ്റ്റ് എടുക്കേണ്ടി വരുന്നു. അപ്പോൾ അതേ ഇൻറ്റൻസിറ്റി കീപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അടുത്ത കൊല്ലത്തേക്ക് അത് മാറ്റി വെക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, അടുത്ത വർഷം ഇനിയും കോമ്പറ്റീഷൻ കൂടില്ലേ, എനിക്കതിൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ധൈര്യം ഒരു പക്ഷേ ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും ഒരു താൽക്കാലിക പ്രശ്നം മാത്രമായിട്ട് ഒതുങ്ങാൻ പോകുന്നില്ല. ഇതൊരു റൈസിങ് കർവാണ്. ഇനി അങ്ങോട്ട് ഓരോ വർഷവും ഇതിൻ്റെ ആഘാതം കൂടിക്കൊണ്ടേയിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ സമരത്തെ നയിക്കുന്ന യൂത്ത് ഉണ്ടല്ലോ, അവർ മറ്റുള്ള എല്ലാ ജനറേഷനേക്കാളും ഡിഫറൻ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ കുറച്ച് കാരണങ്ങൾ പറയാം. ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഡിജിറ്റൽ ഫസ്റ്റ് ജനറേഷനാണ്. അവരോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് യഥാസമയം അറിയാൻ, അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ഓർഗനൈസ് ചെയ്യാനൊക്കെ അവർക്ക് ഈ ഡിജിറ്റൽ മീഡിയ മതി. ഇപ്പോൾ നിങ്ങൾ ഈ സമരത്തിൻ്റെ വിഷ്വൽസും മറ്റുമൊക്കെ നമ്മുടെ കയ്യിലെത്തുന്ന സമയത്ത്, നമ്മൾ അവിടെ നേരിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ നോക്കുക. അപ്പോൾ അത് തന്നെയും ഒരു ഫ്യുവലായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു 10-20 ദിവസത്തോളം സോനം വാങ്ചുക്ക് അവിടെ നിരാഹാരം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഈ വാർത്തയുണ്ട്. പക്ഷേ അത് യൂത്തിൻ്റെ മേലെ കൈ വെക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ മൊത്തം പിക്ചർ മാറുകയാണ്. അപ്പോൾ ഒരു ജനത അവരുടെ ഫ്യൂച്ചറിനെ നിയന്ത്രിക്കുന്ന ശക്തികളോട് അവർക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെടുന്ന പോയിന്റിൽ അത് എല്ലാവർക്കും വൈകാരികമായിട്ട് കൂടി കണക്ട് ചെയ്യാൻ കഴിയുന്ന വിഷ്വലുകളായിട്ട് മാറുന്ന സമയത്ത് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആംഗിൾ ഇതിനകത്തുണ്ടല്ലോ, അത് നന്നായി അറിയാവുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്നത്തെ യൂത്ത് ജനറേഷൻ. അവരാണ് ഈ പ്രശ്നത്തിൽ ഭാഗവാക്കാവുന്നത്. ഒരു ഇൻഫോർമേഷൻ അസിമെട്രി ഉണ്ട്, നമുക്കത് നോക്കാം. അപ്പോൾ മുൻപൊക്കെ എന്ന് വെച്ചാൽ ഒരു വിഷയം ഡൽഹിയിൽ നടക്കുകയാണെന്ന് വെക്കുക, ഡൽഹിയിൽ നേരിട്ട് നമ്മളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അപ്പോൾ പോലും നമുക്ക് പൂർണ്ണ വിവരമുണ്ടാവില്ല. പിറ്റേന്ന് നടക്കുന്ന വാർത്തകളിലൂടെയോ അല്ലെങ്കിൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിലൂടെ മാത്രമായിരുന്നു, ആ നരേറ്റീവ്സ് മാത്രമായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. ഒരു പക്ഷേ അത് സർക്കാരുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു പരിധി വരേക്കും ഒരു ഇൻഫർമേഷൻ അസിമെട്രി ക്രിയേറ്റ് ചെയ്തിട്ട് സർക്കാരുകൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി അതല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇത് നയിക്കുന്നത് എന്ന് വെക്കുക. അപ്പോൾ ആ പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു, അവരുടെ പാർട്ടി ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ മടിയിൽ കനമുള്ളവർക്ക് കൂടുതൽ നഷ്ടപ്പെടാനുണ്ട് എന്നുള്ള ഒരു പേടിയിൽ കൂടുതൽ റിസ്ക് ഉണ്ടാകും. സ്വാഭാവികമായിട്ട് ആരും അതിനൊരു പരിധിക്കപ്പുറത്ത് എസ്കലേറ്റ് ചെയ്യാൻ തയ്യാറാവില്ല. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി നഷ്ടപ്പെട്ട് കഴിഞ്ഞു, അടുത്ത തലമുറയ്ക്കെങ്കിലും നല്ല ഭാവി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്ന സമയത്ത് നഷ്ടപ്പെടാൻ അവർക്ക് കുറവാണ്. മാത്രമല്ല അവരുടെ കാര്യത്തിലോ ഭരിക്കുന്നവരുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ഭരിക്കപ്പെടുന്നവരുടെ കയ്യിൽ ഇൻഫർമേഷൻ ടൂളുകൾ ഉള്ളതും ഒരുപക്ഷെ അതിനേക്കാൾ വേഗതയിലും കൃത്യതയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഇവരുടെ കയ്യിലൊക്കെ ഉള്ളത് ഇന്ന് മുൻപ് നടന്നിട്ടുള്ള എല്ലാ സമരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന കാര്യത്തിൽ ഇത് ഒരു വലിയ ഡിഫറൻസാണ്. ഇത് തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള യൂത്തിൻ്റെ പ്രൊട്ടസ്റ്റുകളുടെയൊക്കെ ഒരു എൻജിനായി മാറിയത്. അപ്പോൾ അത് എക്സാക്ട്ലി ഇവിടെ കോപ്പിയബിൾ അല്ല എന്നുണ്ടെങ്കിൽ, എക്സാക്ട്ലി അതുപോലെ ഇവിടെ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വാട്ടെവർ അതിനെ പവർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ടെക്നോളജി റെവല്യൂഷൻ ഇവരെ കൂടെ പവർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ഈ സമരമൊക്കെ പിരിഞ്ഞു പോയാൽ പോലും ഡിജിറ്റൽ ഓഡിറ്റിംഗ് നടത്താനുള്ള ഒരു തലമുറയുടെ ശേഷി അവരുടെ കയ്യിൽ തന്നെ ശേഷിക്കുകയും ചെയ്യും. അതൊരിക്കലും ഇനി സിസ്റ്റത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇത് മുൻപത്തെ ഒരു റവല്യൂഷൻ പോലെയും ആയിരിക്കില്ല എന്ന് പറയാനുള്ള കാരണം. ഇനി ഈ പ്രശ്നങ്ങളോട് ഭരണകൂടം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും 3 സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തേതായിട്ട് ഈ സമരം കുറച്ച് കഴിയുമ്പോൾ അവരുടെ എനർജി ഇല്ലാണ്ടാകും, അപ്പോൾ പതിയെ ഇല്ലാണ്ടായിക്കോളും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെന്ന് വെക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ഇതൊരു റൈസിങ് കർവാണ്. ഈ കൂട്ടത്തിൽ ഇപ്പോൾ വളരെ ജെനുവിനായിട്ട് ഈ പ്രശ്നങ്ങളാലൊക്കെ ബാധിക്കപ്പെട്ട ആൾക്കാരുണ്ടാവും, ഇതിനോട് വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഇതൊരു അവസരമായി കണ്ട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതങ്ങനെ കാത്തിരുന്നാൽ തനിയെ ഒടുങ്ങും എന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തേതായിട്ട്
പവർ ഉപയോഗിച്ചിട്ട് ഇതിനെ അടിച്ചമർത്തുക എന്ന് വെക്കാം. സ്വാഭാവികമായിട്ട് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ ആൾക്കാരെ പ്രകോപിപ്പിക്കുന്നത് അവരുടെ പ്രചാരണ സാമഗ്രികളായിട്ട് മാറും. അതുപോലെ തന്നെയും അത് സർക്കാരിന് മുൻപിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിട്ട് മാറും. മൂന്നാമത്തെ വഴിക്കാണ് ചാൻസസ് കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ ഭാഗികമായിട്ട് വഴങ്ങുക എന്നുള്ള ഒരു പോസിബിലിറ്റി. അതിൽ കുറച്ച് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ എല്ലാം ഇയാളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് മന്ത്രിയോട് രാജിവെക്കാൻ പറഞ്ഞേക്കാം. പക്ഷേ അതോടുകൂടി പ്രശ്നം തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതിൽ എഡ്യൂക്കേഷൻ റിഫോംസ് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കൺസെഷൻ പാക്കേജൊക്കെ സർക്കാർ അനൗൺസ് ചെയ്തേക്കാം. അതല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ടെസ്റ്റിൻ്റെ മേലെ ഇത്രയധികം എംഫസിസ് വരുന്നത് ആ സിസ്റ്റം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ 3-4 തവണ ചെയ്യുന്ന പോലെ ആയിക്കോട്ടെ. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒറ്റ ടെസ്റ്റ് മാത്രം എന്ന് കരുതിയിട്ട് അതിന് ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാവില്ല. ഇത് അതുകൊണ്ടാണല്ലോ ഒറ്റ സിസ്റ്റം ഒറ്റ തവണ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം പോകും, അടുത്ത വർഷം വീണ്ടും കോമ്പറ്റീഷൻ വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പൈസ കെട്ടിവെച്ച് മാക്സിമം അത് നേടിയെടുത്തോ എന്ന് പറയുന്ന സംവിധാനം ഒരു വർഷത്തിൽ 3-4 തവണ നടക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാവും. അതുപോലെ അതിനൊക്കെ വേണ്ടുന്ന ഒരുപാട് നിലപാടുകളൊക്കെ മുൻപ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ആശയപരമായിട്ട് പറയാൻ എളുപ്പമാണ്. ഈ അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്നും ഏറ്റവും സ്കെയിലിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഈസി അസസ്മെൻറ്റ് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയുടെ ഒക്കെ മോഡലാണ്. കാരണം ഇത്രയധികം ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആൾക്കാർ പങ്കെടുക്കുന്ന എല്ലാ പരീക്ഷകളും നടത്താൻ ഏറ്റവും എളുപ്പം മെമ്മറി ബേസ്ഡ് ടെസ്റ്റുകൾ നടക്കുന്നതാണ്. അപ്പോൾ അതൊരു റീസൺ ആയേക്കാം, പക്ഷേ അതൊരു സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജനത ഉണ്ടാകുന്ന ഒരു പോയിന്റിൽ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ കൺസെഷൻ പാക്കേജ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു സമഗ്രമായിട്ടുള്ള അഴിച്ചുപണി ഈ പരീക്ഷാ സംവിധാനങ്ങളിലൊക്കെ ഈ ദേശീയ തലത്തിലും മറ്റുമൊക്കെ പരീക്ഷ സംഘടിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് മറ്റേതൊരു സ്റ്റേറ്റിനകത്തായിരിക്കുമല്ലോ, ദേശീയ തലത്തിൽ നടത്തുന്ന സമയത്ത് ഒരു ഘടനാപരമായിട്ടുള്ള അഴിച്ചുപണി നിർബന്ധമാണ്. പക്ഷേ ഇവിടെ ഈ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, നമ്മുടെ കരിയർ സാധ്യതകൾ ഏതെങ്കിലും കുറച്ച് പരീക്ഷകൾ മാത്രം കൺട്രോൾ ചെയ്യുന്നതല്ല, പകരം ഒരുപാട് തിയററ്റിക്കൽ പോസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് യുണീക്കായിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടെന്ന് പറയുന്നു. ആൾക്ക് ഫിലിം മേക്കർ ആവാം, റിസർച്ചർ ആവാം, ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആവാം, ആസ്ട്രോഫിസിസ്റ്റ് ആവാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സാധ്യതകൾ പറയുന്നുണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ നമുക്ക് പറ്റിയതാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കാൻ കഴിയുന്ന, ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആ മേഖലയിൽ സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റുന്ന, ഡെമോൺസ്ട്രബിൾ ആയിട്ടുള്ള സ്കില്ലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മെൻറ്ററിങ്ങും ഇന്നൊരു പക്ഷേ സൗജന്യമായിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ ഇൻഫോർമേഷനൊക്കെ ഗ്യാദർ ചെയ്യുന്ന, ഒരു പക്ഷേ ഇന്ന് ഈ കാണുന്ന, ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയായിരിക്കും. അതേ സോഷ്യൽ മീഡിയ വഴി ലോകത്തുള്ള എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വിദ്യാഭ്യാസവും ഇന്ന് നിയർ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടുന്ന സാഹചര്യം ഇന്നുണ്ട്. ഇത് വളരെ യുണീക്കായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സാധ്യതകൾ ഉപയോഗിച്ച് ഓരോ വ്യക്തിക്കും ഒരു പക്ഷേ ഒരു സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒറ്റ നയമുണ്ടാക്കി എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലാണ് എന്നുള്ള ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് AI-യും അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ ലഭ്യമായിട്ടുള്ള ടൂളുകളും അതിൻ്റെ മാക്സിമം പോസിബിലിറ്റിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന ഒരു നല്ല ഭാവി പടുത്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ, ആ സിസ്റ്റം എത്ര ഫെയർ ആക്കി കഴിഞ്ഞാലും, ഞാൻ പറഞ്ഞല്ലോ ഇനിയുള്ള കാലങ്ങളിൽ എഗെയിൻ ഈ കോമ്പറ്റീഷൻ ഈ നാട്ടിലുണ്ടാകും. ഇത്ര ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആൾക്കാർ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെയുള്ള പാത്ത് എടുത്തോളണം എന്ന് നിർബന്ധമില്ല. അത് ആ പാത്ത് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതിന് പിറകിൽ കോച്ചിങ് മാഫിയൊക്കെ നല്ല റോളുണ്ട്. അല്ലെങ്കിൽ അത് മാത്രമാണ് സക്സസ് എന്നുള്ള മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് അങ്ങനത്തെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, അതായത് കോടിക്കണക്കിന് രൂപ മറിയുന്ന വ്യവസായങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ അത് മാത്രമാണ് റിയാലിറ്റി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോൾ ഈ അക്ഷയ തൃതീയക്ക് ഗോൾഡ് വാങ്ങുന്ന പരിപാടി ജ്വല്ലറികൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന പോലെ ഈ പരീക്ഷകളെ എന്നും ഇങ്ങനെ ഭയങ്കര പൂജിക്കപ്പെടേണ്ട ഒരു സാധനമായിട്ട് ഇങ്ങനെ ഒരു ഹൈപ്പ് സറൗണ്ട് ചെയ്തിട്ട് അതിൽ ജയിക്കുന്നതാണ് ജീവിതത്തിൻ്റെ മെട്രിക്സ് എന്നുള്ള രീതിയിൽ നിലനിർത്തുന്നതിന് കോച്ചിങ് വ്യവസായത്തിന് നല്ല പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം മേഖലയിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയുന്ന ടെക്നോളജികളും ടൂൾസും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചറിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരിക എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ഏതെങ്കിലും ഒരു പരീക്ഷ മാത്രം ഡിറ്റർമൈൻ ചെയ്യുന്നതല്ല. ഒരുപാട് ഫെയിലിയർ ഉണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ പിന്നീട് അതൊന്നും ഒരുപാട് ഉന്നതങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പിന്നീട് എത്തിയിട്ടുള്ള എത്രയോ എക്സാമ്പിളുകൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ വെറും ഒരു 18-19 വയസ്സിൽ എഴുതുന്ന പരീക്ഷ മാത്രമല്ല, അതിന് ശേഷമുള്ള PSCയോ ലൈക്ക് ഒരുപാട് പരീക്ഷകൾ മാത്രമാണ് ജീവിതം എന്നുള്ളതല്ല. ജീവിതം തന്നെ ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ആ പരീക്ഷ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലക്ഷക്കണക്കിന് രൂപയും മുടക്കി ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറും മറ്റൊരു ഗുണവും ചെയ്യാത്ത എൻട്രൻസ്
പെർഫോമൻസ് ടെസ്റ്റുകളുടെ ഓവർ എംഫസൈസ് ചെയ്യുന്നത് തടയാൻ സാധിക്കും എന്നുള്ള ഒരു മിനിമം കാര്യമെങ്കിലും ഉണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളെ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വൈഡ് സ്കെയിലിൽ ഇന്ത്യയിൽ എല്ലാവരും എഡ്യൂക്കേഷൻ മേഖലയിൽ വരേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇതിനോട് അനുബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല തുടക്കമായിരിക്കും. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി ഇതിൻ്റെ ഭാവി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബട്ട് ദെൻ ഓരോ ഇൻഡിവിജ്വലിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ അസ്യൂം ചെയ്തിട്ട് ഒരുപാട് പോസിബിലിറ്റീസ് പുറത്തുണ്ട്. അതിന് നിങ്ങളെ എംപവർ ചെയ്യുന്ന ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ട്. കുറച്ചൊക്കെ ഒരു അറ്റൻഷനും ഫോക്കസും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് ഉപയോഗിക്കുന്ന ഇതേ സോഷ്യൽ മീഡിയകളും ഇന്ന് ഉപയോഗിക്കുന്ന ഇതേ ടെക്നോളജികളും AI-യും മറ്റുമെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഫെയിൽ ചെയ്തിട്ട് വീണ്ടും എണീറ്റ് വീണ്ടും പോരാടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു വഴി കൂടി നിങ്ങളുടെ മുൻപിൽ എപ്പോഴും ഓപ്പൺ ആണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കുക.